അതായത് ഞാന് ടോപ്പിസ്റ്റാണ്. അതായത് ആൾക്കാരെ കൂടെ ലെൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ഇങ്ങോട്ട് വിളിക്കാറുണ്ട്. ഓ, അതായത് ഈ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളെ വിളിക്കും. അപ്പൊ നിങ്ങൾ അവരുടെ കൂടെ പോകും. അത് ശരി. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ചില വെടക്ക് പെണ്ണുങ്ങള് അതിനായിട്ട് അങ്ങ് ഇറങ്ങി അങ്ങ് തിരിച്ചിരിക്കുകയാണ്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അവർക്കറിയില്ല. അവരാണെങ്കിൽ അവരുടെ ചിരിയും കളിയും അവരുടെ കൊഞ്ചലും ഒക്കെ കേട്ടിട്ട് എല്ലാ ആണുങ്ങളും അവരുടെ ആ ഒരു ചതിയിലേക്ക് വീണു പോകുമെന്നാണ് ഇവരുടെ ഒരു ചിന്ത. എന്നാൽ നമുക്കിടയിൽ നല്ലവരും ഉണ്ട് എന്ന് ചില അനുഭവങ്ങൾ, ചില വീഡിയോസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ഇതുപോലെ ചിരിക്കുന്ന പെണ്ണിന്റെ പുറകെ ചാടി, കണ്ട പെണ്ണുങ്ങളുടെ പുറകെ ചാടി പോവാത്ത നല്ല നല്ല ആൾക്കാരും നമുക്കിടയിലുണ്ട്. ചില പെണ്ണുങ്ങൾ ചിരിച്ചു മയക്കിയിട്ടൊക്കെ വരും. അവര് വിചാരിക്കും അവള് സ്നേഹം കൊണ്ട് വരുവാണ്, എന്റെ ഇപ്പൊ എല്ലാ ആഗ്രഹങ്ങളും അവളങ്ങ് സാധിച്ചു തരും, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് വീണു പോകും. എന്നാൽ ആ വീണു പോകുന്നവര് ചിന്തിക്കുന്നേ ഇല്ല, അവൾ ഉദ്ദേശിച്ചു വരുന്നത് നിങ്ങളുടെ ക്യാഷാണ്, നിങ്ങളുടെ ക്യാഷ് തന്നെയാണ് മെയിൻ. പിന്നെ ആ ഒരു വലയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് നഷ്ടം, മാനനഷ്ടം, ജീവിത നഷ്ടം, എന്താ പറയാ, നിങ്ങളുടെ ലൈഫ് അതിനെ കോഞ്ഞാട്ടയായി പോവാന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് പറയുന്നത്. ഇതിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഓടുന്ന ബസ്സിന്റെ പുറകെ പോയാലും ചിരിച്ചു കാണിക്കുന്ന പെണ്ണിന്റെ പുറകെ പോകരുത് എന്ന്. ചിലർക്ക് എത്ര കണ്ടാലും കേട്ടാലും അവര് പഠിക്കില്ല. എത്രയോ ന്യൂസുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഈ ഹണി ട്രാപ്പ് വഴി പലരുടെയും ജീവൻ വരെ നഷ്ടപ്പെട്ട് എത്രയോ പേരുണ്ട്. പുറത്ത് തുറന്നു പറയാൻ പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ട് ഹണി ട്രാപ്പിൽ പെട്ടുപോയിട്ട്. അവർക്ക് പുറത്ത് പറയാൻ കഴിയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ്, അവരുടെ മക്കളുടെ ഭാവി ഒക്കെ ചിന്തിച്ചിട്ട് എത്രയോ പേര് ഇങ്ങനെ മൂടി വെച്ചിട്ട് നടക്കുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു സംഭവം അപ്പൊ നമുക്ക് ഇടയിൽ ഒരു യൂട്യൂബർക്കും സംഭവിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഒരു പെണ്ണ് അയാളെ വലയിലാക്കാൻ നോക്കുകയാണ്, ഹണി ട്രാപ്പിൽ പെടുത്താൻ നോക്കുകയാണ്. പക്ഷെ എല്ലാവരും ഒരുപോലെയുള്ള ആൾക്കാരാണെന്ന് അവള് തെറ്റിദ്ധരിച്ച്, പക്ഷെ നമുക്കിടയിൽ നല്ലവരും ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ അവള് അത് മനസ്സിലാക്കി. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. അവൾക്കുള്ള പണി ആ യൂട്യൂബർ പാലും വെള്ളത്തിൽ തന്നെ കൊടുത്ത്. അവൾ എന്താ ചിന്തിച്ചത്? എല്ലാ ആണുങ്ങളും ഒരുപോലെയാണെന്നോ? ഒരിക്കലും അല്ല കേട്ടോ. എത്രയോ പേര് കുടുംബത്തെ സ്നേഹിക്കുന്നവരുണ്ട്. എന്തായാലും ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാർക്ക്, നികൃഷ്ട ജീവികൾക്ക് ഇതുപോലെ തന്നെ മറുപടി കൊടുക്കണം. എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെയും അവളുടെയും വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം. ഹലോ പറയൂ. ഇന്നലെ രാത്രി ഈ നമ്പറിൽ നിന്ന് ഇങ്ങോട്ടൊരു മിസ് കോൾ വന്നിരുന്നു. അപ്പോൾ തിരിച്ചു വിളിച്ചതാണ്. ഇന്നലെ രാത്രി ഏകദേശം 11:30 ശേഷമാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ കോള് വന്നു, ഈ നമ്പറിൽ നിന്ന് കോള് വന്നു. കോൾ അറ്റൻഡ് ചെയ്തു. ഞാൻ കുറെ ഹലോ പറഞ്ഞു, തിരിച്ച് പ്രതികരണമൊന്നുമില്ല. അപ്പോൾ കോള് കട്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പോൾ ബെല്ലുണ്ടായിരുന്നു, നിങ്ങൾ എടുത്തില്ല. നിങ്ങൾ ആരാണ്? ഞാൻ പാലക്കാടാണ്. പാലക്കാട് എവിടെ? ബാംഗ്ലൂർ സ്വദേശിയാണ്. പാലക്കാടാണ് നിൽക്കുന്നത്. പേരെന്താണ്? എന്റെ പേര് ഹസൻ എന്നാണ്. ഹസൻ കരുനാഗപ്പള്ളി. ഞാനൊരു യൂട്യൂബറാണ്. അപ്പൊ ചില ആളുകൾ ഇങ്ങനെ വിളിക്കലുണ്ട് എന്തെങ്കിലും വിവരങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം കയറി അങ്ങനെ എന്തെങ്കിലും ആവശ്യവുമായി വിളിക്കുകയാണെന്നാണ് വിചാരിച്ചത്. നിങ്ങൾ പാലക്കാട് എവിടെ? പാലക്കാട് മുണ്ടൂര്. എന്ത് ചെയ്യുന്നു? ഞാൻ നിങ്ങൾക്ക് ഇന്ന ആവശ്യം എടുത്തിട്ട് വിളിച്ചാന്ന് എഴുതിയിട്ടുണ്ട്. എങ്ങനെ? നിങ്ങൾക്ക് ഇന്ന ആവശ്യം വിചാരിച്ചിട്ട് വിളിച്ചതാന്ന് വിചാരിച്ച. അല്ല, ഇങ്ങോട്ടല്ലേ കോള് വന്നത്? ഞാൻ വിചാരിച്ചത് അങ്ങനല്ല, നിങ്ങൾ ഇങ്ങോട്ട് ഇന്ന ആവശ്യം ഉണ്ടായിട്ട് കോണ്ടാക്ട് ചെയ്താ ഞാൻ വിചാരിച്ചത്. അല്ല, ബാംഗ്ലൂർ സ്വദേശിയായ നിങ്ങൾ മുണ്ടൂർ എന്താണ് പരിപാടി? നിങ്ങൾക്ക് അറിയൂല. ഞാന് ടോപ്പിസ്റ്റ് ആണ്. തെറാപ്പിസ്റ്റോ? ടോപ്പിസ്റ്റ്. വ്യക്തമായില്ല. ടോപ്പിസ്റ്റ് എന്ന് വെച്ചാല് നമ്മള് ആവശ്യമുള്ള കൂടെ ലൈക്ക് ചെയ്യാൻ പോകും. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം. സൗണ്ട് ഇതാക്കി പറയാമോ?
ഉണ്ട്. എനിക്കൊന്ന് തോന്നിട്ടോ, ഞാൻ നിങ്ങൾക്ക് നമ്പർ മാറി വിളിച്ചത് തന്നെയായിരിക്കും. ശരി, ഓക്കെ, നിങ്ങൾ കാര്യം പറഞ്ഞോളൂ. തോന്നുന്നൊന്നുമില്ല, കാര്യം പറഞ്ഞോളൂ. അതായത് ഞാന് ടോപ്പിസ്റ്റാണ്. അതായത് ആൾക്കാരെ കൂടെ ലെൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അതായത് ഇങ്ങോട്ട് വിളിക്കാറുണ്ട്. ഓ, അതായത് ഈ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളെ വിളിക്കും. ആ അപ്പൊ നിങ്ങൾ അവരുടെ കൂടെ പോകും. ആ അത് ശരി. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? ആ ഇപ്പൊ എത്ര നാളായി നിങ്ങൾ കേരളത്തിൽ വന്നിട്ട്? ഞാൻ വന്നിട്ടിപ്പോ 9 വർഷം കഴിഞ്ഞു. നിങ്ങളുടെ ഒരു കുടുംബ പശ്ചാത്തലം എന്താണ്? എന്റെ കുടുംബം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഈ കുഴപ്പമില്ലാന്ന് പറഞ്ഞാല് വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് മരിച്ചു. KCB-യിലായിരുന്നു ജോലി. പിന്നെ ഒരു മോളുണ്ട്. അപ്പം ഈ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷമാണോ നിങ്ങൾ ഈ ജോലിക്ക് ഇറങ്ങിയത്? അല്ല, ഹസ്ബൻഡിൽ അപ്ലൈ ഉണ്ട്. ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചിരുന്നു. ഞാൻ ആദ്യം ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ആയിരുന്നു. അതായത് ആദ്യം നിങ്ങളുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഇതേപോലെ പിന്നെ ഫ്രീ ടൈമുകൾ ചെലവഴിക്കാൻ വന്ന ഒരു ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെ അദ്ദേഹം പിന്നീട് നിങ്ങളുടെ ഹസ്ബൻഡായി. ആ, അല്ല, ഇതിന്റെ ഒരു മെത്തേഡ് എങ്ങനെയാണ്? അതായത് നിങ്ങളുടെ കൂടെ ഇപ്പം ആരെങ്കിലും പിന്നെ വരുമ്പോ നിശ്ചിത സമയം എത്ര മണിക്കൂറാണോ? നിങ്ങൾ യൂട്യൂബ് ചാനലല്ലേ സത്യം? യൂട്യൂബ് ചാനലല്ലേ? നിങ്ങൾക്ക് നാളത്തെ സ്റ്റോറി ആയിട്ട് ഇടാനല്ലേ പോയിക്കോടത്? ഇത് നിങ്ങളുടെ ഇത് എങ്ങനെയാണെന്നാ ഞാൻ ചോദിച്ചത്. എങ്ങനെ, മണിക്കൂറാണോ ദിവസങ്ങളാണോ? അതായത് ഒരു മണിക്കൂർ നിങ്ങളുടെ കൂടെ ഒരു മണിക്കൂർ ഒരാൾ ചെലവഴിക്കുമ്പോൾ അയാൾ നിങ്ങൾക്ക് എത്രയാണ് ചാർജ് തരുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞ എമൗണ്ട് തരും. നമ്മൾ എത്ര പറഞ്ഞ ആവശ്യപ്പെട്ടു അത് തരും. അല്ല, അതിപ്പോ അതിനൊരു പരിധിയില്ലേ? ഇപ്പം 2000 അല്ലെ 10000 അല്ലെ ഇപ്പൊ 1 ലക്ഷം ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് നിങ്ങളുടെ കഞ്ഞൂടി മുട്ടൂലേ? ആരും വരൂലല്ലോ. കഞ്ഞൂടി അങ്ങനെയൊന്നും വിട്ടില്ല. ശ്രമിച്ചെല്ലാം നടക്കുമല്ലോ. അതാ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് ഒരു മണിക്കൂർ എത്രയാണ് ചാർജ്? ഞാനൊരു 10 റുപ്യ മേടിക്കുന്നുണ്ട്, 20 റുപ്യ മേടിക്കുന്നുണ്ട്, 30 റുപ്യ മേടിക്കുന്നുണ്ട്. അതായത് അത് ഓരോരുത്തരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ചാണ് നിങ്ങൾ വാങ്ങുന്നത്. അപ്പൊ ഈ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എന്താണ് അവർക്ക് കൊടുക്കുന്നത്? ജസ്റ്റ് എവിടെയെങ്കിലും പോയിരുന്ന ഒരു ഐസ്ക്രീം കഴിക്കുക, 2 പിന്നെ പൈങ്കിളി വർത്തമാനങ്ങൾ പറയുക, അല്ലെങ്കിൽ ബീച്ചിൽ പോയി ഒന്ന് കാറ്റ് കൊള്ളുക, അല്ലെങ്കിൽ ഒരു ഉല്ലാസ യാത്ര പോവുക, ഇത്രേ ഉള്ളോ? അത് മാത്രം മതിയോ? അതാ ഞാൻ ചോദിച്ചത്. അപ്പം എങ്ങനെയാണ്, പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ശാരീരിക ബന്ധം വരെ നിങ്ങൾ സമ്മതിക്കും അല്ലേ? ശരി, ഇങ്ങനെ കിട്ടുന്ന നിങ്ങളുടെ മകൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? 9. 9ഓ? 1.5 വയസ്സ്. 1.5 വയസ്സ്. നിങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു മകൾ ഉണ്ടെങ്കിൽ ആ മകളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും അവളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഒക്കെ ആണല്ലോ നിങ്ങൾ ഈ പണം ഉപയോഗിക്കുക. അതിനെന്താ ഇപ്പൊ വിഷയമില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഈ കുട്ടി ഭാവിയിൽ വളർന്നു വന്ന് നിങ്ങൾക്ക് വയസ്സായി നിങ്ങൾ ഈ ഫീൽഡിൽ നിന്ന് റിട്ടയർഡ് ആവുമ്പം നിങ്ങളുടെ മകള് നിങ്ങളുടെ ഈ മാതൃക പിന്നെ കണ്ടിട്ട് അത് മാതൃകയാക്കി ഈ തൊഴിലിന് ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുമോ? ഞങ്ങളെ നാട്ടിലൊക്കെ ഒരു മിനിമം ഒരു +2 10 ആ ടൈമിൽ തന്നെ ഏത് ആൾക്കാരും ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. ലിയോൺസ് വാറിലേക്ക്. ആയിക്കോട്ടെ സഹോദരി, നിങ്ങളുടെ നാട്ടിലെന്നല്ല. നിങ്ങളൊരു മുസ്ലിം അല്ലേ? അതിനെന്താ? നിങ്ങൾ ഇപ്പോഴും മുസ്ലിമാണോ? പിന്നെ നിങ്ങളപ്പോ ശരിക്കും പച്ചയായി വ്യഭിചാരമല്ലേ നിങ്ങൾ ചെയ്യുന്നത്? എങ്ങനെയും പണം ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങളെ ആരാ പഠിപ്പിച്ചത്? ഇപ്പൊ നിങ്ങൾ മലയാളി ആണെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, പിന്നെ നാണം കെട്ടും പണം ഉണ്ടാക്കുവിൻ, ആ നാണക്കേട് പണം മാറ്റും എന്നങ്ങനെ ഒരു ചൊല്ലുണ്ട്. ആ ഒരു ലൈനാണോ നിങ്ങളുടെ ജീവിതം? അതായത് മനസ്സിലായി. നമ്മളുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ പറഞ്ഞാല് ഡോഹോൾട്ടാണ്. അതായത് നമ്മള് ബന്ധുക്കാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ഒരു സ്പേസ് ആയിട്ടാണ് നമ്മള് ഡോഹോൾട്ട് ചെയ്യുന്നത്. നിങ്ങളെ കേരള പോലെയല്ലേ ഞങ്ങളെ നാട്. നിങ്ങൾ മുണ്ടൂര് വന്നിട്ട് എത്ര കാലമായി? മുണ്ടൂര് വന്നിട്ട് ഇപ്പൊ ഒരു 3-4 വർഷമായിട്ടുണ്ടാവില്ല. ശരി, നിങ്ങൾ സത്യസന്ധമായി പറയണം, നിങ്ങൾക്ക് എന്റെ നമ്പർ ആരാണ് തന്നത്? സത്യമായിട്ട് എനിക്ക് നിങ്ങളെ നമ്പർ മാറി വിളിച്ചത് തന്നെയാണ്. ഒരിക്കലും നിങ്ങൾ എന്നെ മാറി വിളിച്ചതല്ല. കാരണം ഞാനൊരു യൂട്യൂബറാണ്. എന്നെ ഏതെങ്കിലും രീതിയിൽ കുടുക്കാനോ തേൻകണിയിൽ പെടുത്താനോ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതിന്റെ ഭാഗമായിട്ട് ഇത്തരം കോളുകൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. സത്യസന്ധമായി നിങ്ങൾ പറയണം, നിങ്ങൾക്ക് ആരാണ് എന്റെ നമ്പർ തന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നിങ്ങളോട് എന്റെ കാര്യങ്ങൾ നിങ്ങൾ കുത്തി ചോദിച്ചോണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അല്ല,
സ്വാഭാവികമായിട്ടും ചോദിക്കണ്ടേ? അല്ല, സ്വാഭാവികമായിട്ടും ചോദിക്കണ്ടേ? ഇന്നലെ രാത്രി അർദ്ധരാത്രി ഏകദേശം 12 മണിക്ക് ശേഷം എനിക്കൊരു ഫോൺ കോൾ വരുന്നു. ഞാൻ തിരിച്ചാ നമ്പറിൽ അതല്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഞാൻ മാറി വിളിച്ചതാണെന്ന്. സഹോദരി, എന്നെ ഈ കാലം വരെ എനിക്ക് ഇങ്ങനെ ഒരു നമ്പർ വന്നിട്ടില്ല. ഞാൻ യൂട്യൂബില് ഞാൻ പറയുന്നത് കേൾക്കൂ, ഞാൻ യൂട്യൂബിൽ പ്രത്യേക തരത്തിലുള്ള ഒരു കണ്ടന്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇത്തരത്തിലുള്ള നമ്പറുകളിൽ നിന്നും അസമയത്ത് ഫോൺ കോളുകൾ വരാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തുറന്നു ചോദിച്ചത്. നിങ്ങളോട് ഞാൻ കൂടുതൽ ടോപ്പിക് സംസാരിക്കാനും വന്നിട്ടില്ല. നിങ്ങളാണ് ഇങ്ങോട്ട് കുത്തി ചോദിച്ചത്. സ്വാഭാവികമായിട്ടും ചോദിക്കണ്ടേ? നോക്കൂ, നിങ്ങൾ ഇന്നലെ അർദ്ധരാത്രിയിൽ എന്റെ ഫോണിലേക്ക് വിളിച്ചു. അപ്പൊ നിങ്ങൾ ആരാണെന്ന് അറിയണ്ടേ? എന്റെ ഉത്തരവാദിത്തമല്ലേ എനിക്ക് അതിനകത്ത്? പറഞ്ഞില്ലേ ഇത്രയും മാട്രിക്കൽ കാര്യം പറഞ്ഞില്ലേ? അതെ, നിങ്ങളോട് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി നിങ്ങൾ തന്നു. ഒരു ക്വസ്റ്റ്യന് മാത്രം നിങ്ങൾ മറുപടി തന്നില്ല. നിങ്ങൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു, പക്ഷെ ഒരു ക്വസ്റ്റ്യന് മറുപടി തന്നില്ല. എന്റെ നമ്പർ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ആര് തന്നു? ഞാൻ പറഞ്ഞ മനുഷ്യൻ നിങ്ങൾ നമ്പർ മാറി വന്നത് അത് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാത്തത്? അത് വെറും ഒരു എന്താ പറയാ, അതൊരു നുണയാണ്. അങ്ങനെ മാറി വരാനുള്ള ഒരു സാധ്യതയും ഇല്ല. ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വേണ്ടേ കൂട്ടിക്കോളൂ. നിങ്ങൾ എവിടെ പിടിച്ച് തൂങ്ങാണെന്നുണ്ടെങ്കിൽ തൂങ്ങിക്കോളൂ കേട്ടോ. അല്ല, തൂങ്ങുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അതായത് നിങ്ങൾ കൃത്യമായ ഒരു കെണിയുമായി എന്നെ സമീപിച്ചു. ഞാനത് കൃത്യമായി തുറന്നു ചോദിച്ചു. നിങ്ങൾക്ക് മറുപടി ഇല്ല. പിന്നെ നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ ആ വഴിക്ക് പൊയ്ക്കോളൂ. പക്ഷെ എന്നാൽ പോലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാവരെയും ഈ രീതിയിൽ കണ്ടുകൊണ്ട് അസമയത്ത് അവരെയൊക്കെ കയറി ഫോൺ വിളിച്ച് ഞാൻ നിങ്ങൾ ആ രീതിയിൽ കണ്ടതാണോ? അല്ല, ഞാനതല്ല പറഞ്ഞത്. നിങ്ങൾ ആരെ വേണമെങ്കിലും. പിന്നെ ഇത് ശരിക്കാണോ? ബെഞ്ചിലാണോ? ആർക്കരിക്കോ? അത് ശരി. ഒരു പരിചയമില്ലാത്ത എന്നെ പാതിരാത്രിയിൽ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുന്നു. ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു. നിങ്ങൾ മിണ്ടുന്നില്ല. ഞാൻ തിരിച്ചു വിളിക്കുന്നു, നിങ്ങൾ കോൾ എടുക്കുന്നില്ല. ഇപ്പോൾ പകല് നിങ്ങൾ എന്നെ വിളിച്ചു, ഞാൻ അതിന് മറുപടി പറഞ്ഞു. നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നു. എന്നിട്ട് എനിക്ക് മെന്റൽ ആണോ എന്ന് ചോദിക്കുന്നു. നിങ്ങളോട് ഇനിയിപ്പോ ഞാൻ എന്താ പറയാ? ശരി, നിങ്ങളുടെ ജോലി നടക്കട്ടെ. ദയവ് ചെയ്ത് എന്നെ ഇനി മേലാൽ ഡിസ്റ്റർബ് ചെയ്യരുത്. ഓക്കെ? ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളാണ് ഇന്നലെ രാത്രി എന്നെ ഡിസ്റ്റർബ് ചെയ്തത് സഹോദരി. ഇന്ന് വീണ്ടും നിങ്ങൾ എന്നെ വിളിച്ചു. നോക്കൂ, ഇന്നലെ രാത്രി നിങ്ങൾ എന്നെ വിളിച്ചു, ഞാൻ കോൾ എടുത്തു, നിങ്ങൾ സംസാരിച്ചില്ല. ഞാൻ ആ സ്പോട്ടിൽ തന്നെ തിരിച്ചു വിളിച്ചു, നിങ്ങൾ ഫോൺ എടുത്തില്ല. ഞാനത് വിട്ടു. ഇപ്പൊ നിങ്ങളാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. അതല്ലേ പറഞ്ഞത്, നിങ്ങൾ ഇന്നലെ വിളിച്ചത് കൊണ്ടല്ലേ ഞാൻ തിരിച്ചു വിളിച്ചത്. അല്ലാതെ ഈ കാലം വരെ എന്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൾ വന്നിട്ടില്ലല്ലോ. അല്ലാതെ പോട്ടെ, നിങ്ങളൊന്നും വേണ്ട. ഞാൻ ഈ വിവരങ്ങളെല്ലാം ഞാൻ ആർക്ക് നിങ്ങൾക്കെതിരെ ഞാൻ കംപ്ലൈന്റ് കൊടുക്കാനോ? അതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ. അതുകൊണ്ട് അല്ല, നിങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് അല്ലേ ഇത്? എന്റെ ബിസിനസ് നോക്കും വേണ്ട. അല്ല, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ആണെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ആണെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എന്റെ ബിസിനസ് നിങ്ങളല്ലേ കൊത്തി ചോദിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് സംബന്ധമായി നിങ്ങൾ ഏതാണുങ്ങളെ ഫോണിൽ നിങ്ങൾ ഏതാണുങ്ങളെ ഫോണിൽ വിളിച്ചാലും നിങ്ങളെ സൂചിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായ മറുപടി കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത്. ചിലർ കുത്തി ചോദിക്കും. തീർച്ചയായും മനസ്സിലാക്കണമല്ലോ, തീർച്ചയായും മനസ്സിലാക്കണം. എല്ലാ പുരുഷന്മാരും ഒരുപോലെയല്ല. വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ മുട്ടി നിൽക്കുന്ന ആണുങ്ങളല്ല എല്ലാവരും എന്ന് താങ്കൾ തിരിച്ചറിയണം. അപ്പൊ ചോദ്യങ്ങൾ കടുത്തതായിരിക്കും. മനസ്സിലായോ? കടുപ്പമേറെ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. നിങ്ങളുടെ ജോലി ഇതായതുകൊണ്ട് എല്ലാ പുരുഷന്മാരും നിങ്ങൾ വെച്ച് നീട്ടുന്ന ആനുകൂല്യങ്ങളിലോ അല്ലെ നിങ്ങൾ വെച്ച് നീട്ടുന്ന എന്താ പറയാ ഈ സൂചിപ്പിക്കുന്നതിലോ മധുരങ്ങളിലോ തേൻകണിയിലോ വീഴുന്നവരല്ല എല്ലാ ആണുങ്ങളെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എല്ലാവരും ഒരേ കണ്ണുകൊണ്ട് നിങ്ങൾ കാണരുത്. നോക്കൂ, നിങ്ങളുടെ അല്ല, ഞാൻ അതിന് മറുപടി പറയുമ്പോൾ നിങ്ങളാണ് പ്രകോപിതയായത്. അല്ല, നോക്കൂ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരല്ല എല്ലാ ആണുങ്ങളും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്റെ നമ്പർ നിങ്ങൾക്ക് ആരോ തന്നതാണ്. നിങ്ങൾ എന്നെ ഒരു കെണിയിൽപ്പെടുത്താൻ വിളിച്ചതാണ്. അതെന്റെ മുമ്പിൽ നടന്നില്ല. തുടക്കത്തിൽ തന്നെ ഞാനത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു തന്നെ ചോദിച്ചത്. എനിക്ക് കാട്ടാനൊന്നുമില്ല. എനിക്ക് കാട്ടാനൊന്നും എന്ത് ക്ഷമിച്ചു എനിക്ക് കാട്ടാനൊന്നുമില്ല. അത്രേ ഉള്ളൂ. അല്ല, നിങ്ങളുടെ തൊള്ളയിലിരിക്കുന്നൊന്നും എന്നോട് പറയണ്ട. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാനാണ് ചെയ്യാൻ പോകുന്നത്. ഇനി മേലാൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങളുമായി ദയവ് ചെയ്ത് ഇനി ചിലപ്പോൾ വേറെ നമ്പറുകളിൽ നിങ്ങൾ വിളിച്ചെന്നിരിക്കും. അതിന് നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി പോവുക. ഓക്കെ? ശരി.
നിങ്ങൾ വേറെ നമ്പറിൽ വിളിച്ചിട്ടുണ്ടോ? വേറെ നമ്പറുകളിൽ നിന്നോ ഇനി എന്റെ നമ്പർ വേറെ ആർക്കെങ്കിലും കൊടുത്തോ ഒരു രീതിയിലും നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി പൊയ്ക്കോളുക എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ മനസ്സിലായല്ലോ? ദൈവത്തിന്